ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പീരുമേട് പെരുവന്താനം പാഞ്ചാലിമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നടക്കുന്ന 3.2 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പിന്റെ വിലക്ക്. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗം വനം വകുപ്പിന്റെയാണെന്നാണ് അവകാശവാദം. വനം വകുപ്പിന്റെ ഇടപെടലിനെ തുടർന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പാഞ്ചാലിമേട്ടിൽ ബോട്ടിംഗും ഫ്ലവർ ഗാർഡനും അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ 3.2 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. പാഞ്ചാലിക്കുളം നവീകരണം, നടപ്പാത, ചെക്ക് ഡാം, ബോട്ടിംഗ്, ലൈറ്റിംഗ്, ഇരിപ്പിടങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ്, വാഹന പാർക്കിംഗ് സൗകര്യം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വന്നിരുന്നത്. ഇതിൽ ബോട്ടിംഗ് ആരംഭിക്കാനുള്ള ചെക്ക് ഡാമിന്റെ പണികൾ നടക്കുന്നതിനിടെയാണ് വനം വകുപ്പ് പണികൾക്ക് വിലക്കേർപ്പെടുത്തിയത്. ചെക്ക് ഡാം പണിയുന്ന സ്ഥലം വനം വകുപ്പിന്റേതാണെന്നാണ് അവകാശവാദം. മിച്ചഭൂമി നിയമപ്രകാരം സ്വകാര്യ വ്യക്തിയിൽ നിന്നും റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത സ്ഥലമാണിത്. നിലവിൽ DTPCയുടെ കൈവശത്തിലുള്ള ഭൂമിയിൽ അനധികൃതമായി പ്രവേശിച്ച് ജെണ്ട സ്ഥാപിക്കാൻ വനം വകുപ്പ് ശ്രമം നടത്തിയിരുന്നു. ഇത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തടഞ്ഞു. 10 വർഷമായി നല്ല രീതിയിൽ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സ്ഥലത്ത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മുറിഞ്ഞുപുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിലെ ഒരു ഡെപ്യൂട്ടി റേഞ്ചർ സുനിൽ അവിടെ ചുമതലയേറ്റതിന് ശേഷം ഈ ടൂറിസം ഇല്ലാതാക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമവും ഇടപെടലുമാണ് നടക്കുന്നത്. അവിടെ 9 റിസോർട്ടുകൾ ഈ ടൂറിസത്തിന് ശേഷം പ്രവർത്തനം ആരംഭിച്ചു. ഏതാണ്ട് 8 or 7 റിസോർട്ടുകൾ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഒരു ഫോറസ്റ്റുകാരന്റെ ധിക്കാരപരമായ സമീപനം മൂലം അത് തകർക്കാൻ ശ്രമിക്കുന്നു. സംഭവം വിവാദമായതിനു പിന്നാലെ ജില്ലാ ഭരണകൂടം ഇടപെട്ടെങ്കിലും മതിയായ രേഖകൾ നൽകാൻ വനം വകുപ്പിന് സാധിച്ചില്ല. പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ അവകാശവാദം ഉന്നയിക്കാതിരുന്ന വനം വകുപ്പ് 2ാം ഘട്ടത്തിൽ തർക്കമുന്നയിക്കുന്നത് പദ്ധതി തകർക്കാനാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. വനഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് കാണിച്ച് വനം വകുപ്പ് ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകി. ജനം, ഇടുക്കി.